ഇപ്പോൾ നമ്മൾ കാണുന്നത് പ്രിയ പ്രേക്ഷകരെ ഏറ്റവും സന്തോഷമുള്ളൊരു കാഴ്ചയാണ്. വലിയ ആപത്തിലേക്ക് രണ്ട് കുഞ്ഞുങ്ങൾ പോയത് നമുക്ക് ഓർമ്മയുണ്ട്. കോടാലിയിൽ പാമ്പുകടിയേറ്റ രണ്ട് കുഞ്ഞുങ്ങൾ, അതിലൊരാൾ നമ്മളോടൊപ്പം ഇന്നില്ല. ഇളയ മകൻ അനോഷാണ്. ഇപ്പോൾ ആശുപത്രി വിടുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അനോഷിന്റെ ഇഷ്ട ഫുട്ബോൾ ടീമിന്റെ ജേഴ്സി നൽകിക്കൊണ്ടാണ് അനോഷിന്റെ പ്രിയപ്പെട്ടവർ, അവനെ സ്നേഹിക്കുന്നവർ അവനെ ആശുപത്രിയിൽ നിന്ന് യാത്രയാകുന്നത്. അതിനോടൊപ്പം ഒരു ഫുട്ബോൾ കൂടി അവന് സമ്മാനമായി നൽകുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു കുഞ്ഞിനെ നമ്മൾ ഇത്രത്തോളം സ്നേഹിക്കാനുള്ള കാരണം എന്താണ് എന്നത് അവൻ ആശുപത്രി വിടുന്ന സമയത്ത് എഴുന്നേറ്റു നടക്കുന്നു എന്ന വാർത്ത വായിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. രണ്ട് കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങിയ ഇടത്തു നിന്നാണ് അവിടെ പാമ്പിൻ്റെ കടിയേറ്റ് അവൻ്റെ സഹോദരൻ നഷ്ടപ്പെടുന്ന വാർത്ത വായിക്കേണ്ടി വന്നത്. ആ ഫുട്ബോൾ അവന് കൈമാറി കൊടുക്കുന്നത് ഫുട്ബോൾ കമൻറ്റേറ്റർ കൂടിയായ ഷൈജു ദാമോദരനാണ്. അദ്ദേഹം സ്നേഹത്തോടെ ഒപ്പുവെച്ചാണ് ഫുട്ബോൾ അവന് കൊടുക്കുന്നത്. ലോങ് ലിവ് അനോഷ് എന്നാണ് അതിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത്. എല്ലാ കാലത്തും സന്തോഷത്തോടെയും നന്മയോടും സ്നേഹത്തോടും കൂടി വളരാനും വലുതാകാനും നാടിന് കരുതലാകാനും ഒക്കെ കഴിയുന്നൊരു കുഞ്ഞായി മാറട്ടെ എന്നാണ് നമുക്കും വിശേഷിപ്പിക്കാൻ കഴിയുന്നത്. ആ ജേഴ്സി അനോഷ് അണിയുന്ന കാഴ്ച കൂടി കുറച്ച് വലുതാണ് അല്ലേ വളരുമ്പോൾ. നമ്മളിപ്പോൾ വലിയൊരു സന്തോഷത്തിന്റെ മുഹൂർത്തമാണ്. ഈ മോനിവിടെ വന്നപ്പോൾ എല്ലാവരും വീർത്തുമുട്ടിയിരിക്കുകയായിരുന്നു. ഇവിടെ ഇപ്പോൾ വളരെ മെഡിക്കലായി ഈ മോൻ സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ്. ഞാൻ ആദ്യം നന്ദി പറയുന്നത് അപ്പോളോ ഹോസ്പിറ്റലിനോടാണ്. ഞാനിവിടെ വന്ന് ഈ കുട്ടിയെ ഐസിയുവിൽ പോയി കണ്ടതാണ്. ആ സമയത്ത് വളരെ വളരെ വിഷമിച്ച നിലയിലായിരുന്നു. പക്ഷെ അന്നും ഞാനിവിടെ ഡോക്ടേഴ്സുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ രക്ഷപ്പെടുത്തിയിരിക്കുന്നു പറഞ്ഞു. ആ ഒരു നിശ്ചയദാർഢ്യത്തോടുകൂടി അപ്പോളോ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സും അവനെ ഒരു മകനെ പോലെ ശുശ്രൂഷിച്ച ഇവിടുത്തെ നേഴ്സിംഗ് സ്റ്റാഫുമൊക്കെ കഴിഞ്ഞ കുറേ ദിവസം നടത്തിയ പരിശ്രമത്തിന്റെ ഫലമായിട്ട്, അവന് നൽകിയ പരിചരണത്തിന്റെ ഫലമായിട്ട്, കൊടുത്ത സ്വാതന്ത്ര്യത്തിന്റെ ഫലമായിട്ട് അവൻ ഇപ്പോൾ ഒരു മിടുക്കനായി മെസ്സിയെപ്പോലെ ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. ചില ദുഃഖങ്ങൾ ഉണ്ടായെങ്കിൽ പോലും നമുക്കറിയാം അതിനെല്ലാം ഇപ്പോൾ നമ്മൾ മറക്കുന്നത് ഈ മകനെ നമുക്ക് തിരിച്ചു കിട്ടിയതുകൊണ്ടാണ്. കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഈ മകന് വേണ്ടി പ്രാർത്ഥിച്ചതാണ്. ആ പ്രാർത്ഥനയുടെ അനുഗ്രഹവും ഈ ആശുപത്രിയുടെ എല്ലാ തരത്തിലുള്ള മെഡിക്കൽ സർവീസും പരിചരണവുമാണ് ഈ മോനെ നമുക്ക് തിരിച്ചു കിട്ടിയത്. മാതാപിതാക്കന്മാരോടൊപ്പം ഞങ്ങൾ എല്ലാവരും സന്തോഷിക്കുന്നു. ഈ ആശുപത്രിയെ ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇവരുടെ സേവനം ഒരു മാതൃകയാണ്. ഇവരുടെ ഇത്തരം സേവനങ്ങൾ ലഭിക്കുക നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമാണ്. അപ്പോളോ ഹോസ്പിറ്റലിനെ ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും നന്ദി. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി. കിട്ടുന്നില്ലേ? എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി. എനിക്ക് ഫുട്ബോളൊക്കെ കിട്ടി. കഴിക്കണ്ടേ? വേൾഡ് കപ്പ് കാണണ്ടേ അടുത്ത മാസം? ശരി, താങ്ക് യു. മാധ്യമക്കാരോട് പ്രത്യേകിച്ച് നന്ദി പറയുന്നുണ്ട്. നിങ്ങൾ ഇതിനൊക്കെ എല്ലാ സമയത്തും നിങ്ങൾ നടത്തിയിട്ടുള്ള ഇത്തരം വിഷയങ്ങൾ. കാര്യം നമുക്ക് ഒരു പാമ്പ് കടിയേറ്റ ഒരു കുട്ടി ഇവിടെ വന്നപ്പോൾ അതിന്റെ ഒരു പിന്നാലെ നിങ്ങൾ നടത്തിയിട്ടുള്ള അതിന്റെ ഒരു 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 അന്വേഷണം, ആ അന്വേഷണവും കേരളത്തിലെ ജനങ്ങൾക്ക്
രാംഷാ CP വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. രാംഷാ, സ്നേഹമുള്ളൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരു കുഞ്ഞ് തിരികെ ജീവിതത്തിലേക്ക് വരുന്നതും അവൻ ആ പന്ത് തട്ടുന്നതും ഇഷ്ടമുള്ള ജേഴ്സി അണിയുന്നതും എല്ലാവരോടും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നതും ഒക്കെ നമ്മൾ കാണുകയാണ്. എത്ര സ്നേഹത്തോടെയാണ് അവനെ യാത്ര അയക്കുന്നത്. ആ ആശുപത്രി പരിസരത്തുള്ളവരും അവനോട് ചേർന്ന് നിൽക്കുന്നവരുമെല്ലാം. തന്നെയാണ് തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി എന്നാണ് അനോഷ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞത്. അനോഷ് കഴിഞ്ഞ 10 ദിവസമായി ഈ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. സഹോദരൻ വിടവാങ്ങിയത് ഇന്നലെയാണ് അനോഷിനോട് ഡോക്ടർമാരും ഈ ആശുപത്രി അധികൃതരുമെല്ലാം പറഞ്ഞത്. അങ്ങനെ വളരെ സങ്കടകരമായൊരു ഭാഗം അതിൻ്റെ മറുവശത്ത് ഉണ്ട് എങ്കിൽ പോലും അനോഷ് ഇപ്പോൾ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു എന്നത് ഏറെ സന്തോഷകരമായ ഒന്ന് തന്നെയാണ്. ഏപ്രിൽ 18 പുലർച്ചെയായിരുന്നു വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്ന അനോഷിനെയും സഹോദരൻ ആൽജോയെയും പാമ്പ് കടിക്കുന്നത്. അതിനുശേഷം ഇവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും പാമ്പ് കടിച്ചതാണ് എന്ന് തിരിച്ചറിയാൻ പോലും അല്പം സമയമെടുത്തു. പക്ഷേ അപ്പോഴേക്കും അനോഷിന്റെ സഹോദരൻ വിടവാങ്ങിയിരുന്നു. പിന്നീടാണ് പൂർണ്ണമായും അബോധാവസ്ഥയിലായിരുന്ന അനോഷിനെ ആശുപത്രി ചേച്ചിമാരെ കൂടെ ഫുട്ബോൾ ഫാൻ ആക്കിയിട്ടുണ്ടാവല്ലേ? അർജന്റീന. മെസ്സി. ശരി. വേദന കുറവുണ്ടോ? എല്ലാവർക്കും വേദന കുറവുണ്ടോ? ഇല്ലല്ലോ. വേദനയൊന്നുമില്ല. വേദനത്തൊക്കെ കുറഞ്ഞു. ഓക്കെ, ശരി, താങ്ക് യു. മാധു, അതുതന്നെയാണ് വേദനയൊക്കെ മാറി ഒരു ഫുട്ബോൾ കളിക്കാരനാകണം എന്നതാണ് അനോഷിന്റെ ആഗ്രഹം. ഒരു പൂർണ്ണമായ ഒരു മെസ്സി ഫാനാണ്, ഒരു അർജന്റീന ഫാനാണ് അനോഷ്. അനോഷിന്റെ ആഗ്രഹം ഒരു ഫുട്ബോൾ കളിക്കാരനാകണം എന്നത് തന്നെയാണ്. ഇപ്പോൾ നേരത്തെ ഡോക്ടർമാർ പറയുകയായിരുന്നു ഇവിടെ നിന്നും ഇറങ്ങിയ ഉടനെ തനിക്ക് ഫുട്ബോൾ ക്യാമ്പിൽ പങ്കെടുക്കണം, അങ്ങനെ പങ്കെടുക്കാൻ സാധിക്കില്ലയോ എന്നൊരാശങ്ക അനോഷിനെ സംബന്ധിച്ച് ഉണ്ടായിരുന്നു എന്നതാണ്. ഏതായാലും അനോഷ് വളരെ ആരോഗ്യവാനായി തന്നെ ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. വളരെ ആരോഗ്യവാനായി തന്നെ അനോഷിനെ ഇവിടെ ആശുപത്രി അധികൃതർ സന്തോഷപൂർവ്വം യാത്രയാക്കുകയാണ്. അനോഷിന്റെ മാതാപിതാക്കൾ നേരത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോഴും പറഞ്ഞ ഒരു കാര്യം, ഈ ആശുപത്രിയിൽ അനോഷിനെ ചികിത്സിച്ച ഡോക്ടർമാരും അതുപോലെ പരിചരിച്ച സിസ്റ്റേഴ്സും ഒക്കെ വളരെ സ്നേഹത്തോടെയാണ് അനോഷിനോടും അനോഷ് തിരിച്ചവരോടും ഇടപഴകിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വികാരഭരിതമായ ഒരു യാത്രയെ അവിടെ അനോഷ് ചുറ്റുമുള്ള മനുഷ്യരുടെ എല്ലാം മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന ചിരി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആശുപത്രി അധികൃതരെല്ലാം അവിടെ വന്ന് അവനോടൊപ്പം നിന്ന് ഫോട്ടോ എടുത്തതിന് ശേഷമാണ് മടങ്ങുന്നത്. സമ്മാനമായി കിട്ടിയ ഫുട്ബോളും ജേഴ്സിയും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ആ ചെറിയ കുട്ടി ജീവിതത്തിലേക്ക് തിരികെ വരുന്നത്. നമ്മുടെയൊക്കെ പ്രാർത്ഥനകളുടെ ബലത്തിലാണ് ആ തിരികെ വരവ്.